ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. 17 പേജുള്ള സത്യവാങ്മൂലമാണ് കേരളം സമർപ്പിച്ചിരിക്കുന്നത്. ആചാരം സംരക്ഷിക്കുമെന്നായിരുന്നു ഇന്നലെ LDFന്റെ തീരുമാനം, CPMന്റെയൊക്കെ തീരുമാനം അങ്ങനെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന 17 പേജുള്ള സത്യവാങ്മൂലത്തിൽ അതുണ്ടോ? തൗഫീഖ് അസ്ലം ചേരുകയാണ്. തൗഫീഖ്, സർക്കാർ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചു എന്ന് പറയുമ്പോൾ ആചാരം സംരക്ഷിക്കണം ശബരിമലയിൽ എന്നുള്ളത് തന്നെയാണോ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്? മഹേഷ്, അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആചാരത്തിന്റെ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പുനഃപരിശോധനകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മതപണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ മതപണ്ഡിതരെ ഉൾപ്പെടുത്തണം, പഠിക്കാനായിട്ടൊരു സമിതിയെ വെക്കണം, ആ സമിതിയിൽ മതപണ്ഡിതരെ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ 17 പേജുള്ള സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെ 6 സത്യവാങ്മൂലങ്ങളാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. വിവിധ സംഘടനകളായിരുന്നു സത്യവാങ്മൂലങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോടതിയിൽ എഴുതി നൽകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ്. ആരെയും തടയുന്നത് ശരിയല്ല എന്നിപ്പോൾ ഒരു നിലപാടായിട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമിതിയിൽ പണ്ഡിതരെ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. ആചാരമാറ്റത്തിൽ പഠനം വേണം, കൃത്യമായിട്ടുള്ള പഠനത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി കോടതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കുന്നുണ്ട്. അതിൽ മതപണ്ഡിതരുമായിട്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ വേണം. ആ ചർച്ച നടത്താനായിട്ട് ഒരു സമിതിയെ നിയോഗിക്കണം. ആ സമിതി ഇത് കൃത്യമായിട്ട് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താനായി കഴിയുകയുള്ളൂവെന്നാണ് ഇപ്പോൾ കോടതിയിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. 7 ചോദ്യങ്ങൾക്കുള്ള മറുപടി വാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ എഴുതി നൽകുകയായിരുന്നു. കാലങ്ങളായി തുടരുന്നത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അടുത്തിരിക്കുന്നത്. മതപരമായ കാര്യങ്ങളിൽ മതപണ്ഡിതരുടെ അവരുടെ ഒരു അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. മുൻകാലങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതരാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിലർ നിശ്ചയാണ് ഇത്തരമൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. എന്തായാലും നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ് ഈ സത്യവാങ്മൂലത്തിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെയും ഈ സത്യവാങ്മൂലത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ ഉള്ള ആളുകളുമായി, പ്രത്യേകിച്ച് മതപണ്ഡിതരൊക്കെയായിട്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. മതാചാരം പുറത്തുള്ളവർക്ക് പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകില്ല എന്നുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിലർ നിഷേരാജനാണ് ഇപ്പോൾ ഈ വാദങ്ങൾ കോടതിയിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കോടതി അടുത്ത ദിവസം തന്നെ പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 6 സത്യവാങ്മൂലങ്ങളാണ് ഇന്ന് ഇതുവരെ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എല്ലാ സത്യവാങ്മൂലങ്ങളും എഴുതി നൽകണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. യുവതി പ്രവേശനം അനുവദിക്കണമോ എന്നതിൽ വ്യക്തമായ നിലപാടില്ലാതെയാണ് കേരളം ഈ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിക്കുന്നില്ല. പകരം ഈ മതപണ്ഡിതരുമായി ആലോചിച്ച് ഒരു സമിതി ഉണ്ടാക്കിയതിനു ശേഷം അതിൽ കോടതി ഒരു പുനഃപരിശോധന നടത്തട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. യുവതി പ്രവേശനം അനുവദിക്കണമോ വേണ്ടയോ, അതായത് ആദ്യം സുപ്രീം കോടതിയുടെ നിലപാട് അനുസരിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇതനുസരിച്ച് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ നിലപാട് തന്നെയാണോ സംസ്ഥാന സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്? അതേ നിലപാട് തന്നെയാണോ ഇപ്പോഴും തുടരേണ്ടത് എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല. പകരം ഈ മതപണ്ഡിതർ ഈ വിഷയം ഒരു ചർച്ചയിലൂടെ തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു നിലപാട് മാത്രമാണ് കോടതി സ്വീകരിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ വിശദ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. മഹേഷ്, അതാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന 17 പേജുള്ള അഫിഡവിറ്റിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും ഒരുപക്ഷെ സർക്കാർ പൂർണ്ണമായും നിലപാട് മാറ്റി ആചാര സംരക്ഷണം എന്ന കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ, യുവതീ പ്രവേശനത്തിന് സർക്കാരിന്റെ നയമെന്താണ് എന്നുള്ള കാര്യത്തിൽ അറിയുക. അഫിഡവിറ്റിലെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.